ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമിയോൻ്റെ പുത്രനായ യൂദാസ്കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാലു കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമിയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അതു ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം നേതൃത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഘടനയെ എന്നേക്കുമായി മാറ്റുന്ന വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രവൃത്തിക്ക് നാം സാക്ഷ്യം വഹിക്കുന്നു. തൻ്റെ വരാനിരിക്കുന്ന വിശ്വാസവഞ്ചനയെയും തൻ്റെ ദൗത്യത്തിൻ്റെ ഭാരത്തെയും കുറിച്ച് ബോധവാനായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യൻ്റെ അഭിമാനത്തിൻ്റെയും അഭിലാഷത്തിൻ്റെയും കാതൽ വെല്ലുവിളിക്കുന്ന ഒരു അഗാധമായ ഉദാഹരണം അവൻ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു യജമാനൻ തൻ്റെ അനുയായികളോട് ചെയ്യുന്ന ഈ പ്രവൃത്തി സാമൂഹിക മാനദണ്ഡങ്ങളെയും പ്രതീക്ഷകളെയും തകിടം മറിക്കുന്നു. യഥാർത്ഥ മഹത്വം പ്രഭുത്വത്തിലല്ല, അടിമത്തത്തിലാണെന്ന് ചിത്രീകരിക്കുന്നു. യേശുവിൻ്റെ ആജ്ഞ കേവലം ശാരീരിക ശുദ്ധിയെ മറികടക്കുന്നു. മനുഷ്യരാശിയുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാനും വഹിക്കാനുമുള്ള അവൻ്റെ സന്നദ്ധതയുടെ പ്രകടമാണിത്. ആ മുറിയിലെ നിശബ്ദതയിൽ കയ്യിൽ വെള്ളവും തുവാലയുമായി വാക്കുകൾക്ക് നൽകാനാകുന്നതിനേക്കാൾ ശക്തമായ ഒരു സന്ദേശം യേശു വിനിമയം ചെയ്യുന്നു. നമ്മിൽ ഏറ്റവും വലിയവർ സ്നേഹത്തോടും വിനയത്തോടും കൂടി സേവിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം താഴ്ത്താൻ തയ്യാറുള്ളവരാണ്. ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളാൻ നമുക്ക് പ്രചോദനം നൽകാം. അന്യോന്യം സേവിക്കുക, കടപ്പാട് കൊണ്ടോ അംഗീകാരത്തിനോ വേണ്ടിയല്ല, മറിച്ച് പരസ്പരം തഴച്ചു വളരുന്നത് കാണാനുള്ള യഥാർത്ഥ ആഗ്രഹത്തിൽ നിന്നാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം യേശുവിൻ്റെ ത്യാഗത്തെ ബഹുമാനിക്കുക മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളെയും സമൂഹങ്ങളെയും കെട്ടിപ്പടുക്കുന്ന സ്നേഹവും താഴ്മയും സ്തംഭങ്ങളാകുന്ന ഒരു ലോകത്തിന്
സംഭാവന നൽകുകയും ചെയ്യുന്നു. ഈ സന്ദേശം നമ്മുടെ ലോകത്തിൻ്റെ പാദങ്ങൾ കഴുകാനുള്ള പ്രതിബദ്ധത പുനർജീവിപ്പിക്കട്ടെ. ഓരോ വ്യക്തിയെയും എല്ലാ സാഹചര്യങ്ങളെയും കൃപ നിറഞ്ഞ ഹൃദയത്തോടെ സേവിക്കാൻ തയ്യാറായ കൈകളോടെ സമീപിക്കുക. എന്തെന്നാൽ മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നാം ദൈവികതയെ സ്പർശിക്കുന്നു. നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും സൗന്ദര്യത്താൽ രൂപപ്പെടുത്തുന്നു. പരസ്പരം കഴുകുക. അന്ത്യത്താഴവേളയിൽ തൻ്റെ ശിഷ്യന്മാർ പരസ്പരം എങ്ങനെ പെരുമാറണമെന്ന് യേശു ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നു. അന്നൊക്കെ ചെരുപ്പും ഷൂസും സോക്സും ഒന്നുമില്ലായിരുന്നു. പൊടിയും വൃത്തിഹീനവുമായ റോഡുകളിലൂടെ അവർ നടന്നു. അതായത് അവരുടെ കാലുകൾ എളുപ്പത്തിൽ മലിനമാകും. അതുകൊണ്ടാണ് അവർ ഒരു വീട്ടിൽ കയറുന്നതിന് മുമ്പ് ആദ്യം അവരുടെ കാലുകൾ കഴുകുന്നത് പതിവായിരുന്നു. നല്ല നിലയിലുള്ള കുടുംബങ്ങൾക്ക് അവരുടെ യജമാനന്മാർക്കും അതിഥികൾക്കും വേണ്ടി അത് ചെയ്യാൻ ദാസന്മാരുണ്ട്. യേശു ഒരു അടിമയുടെ വേഷം സ്വീകരിച്ച് താഴ്മയോടെ തൻ്റെ അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകി. മുകളിലെ വചനത്തിൽ യേശുവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 3 പ്രധാന പാഠങ്ങളുണ്ട്. 1. ശുചിത്വം ശാരീരികമായി മാത്രമല്ല, ആത്മീയമായും കൂടുതൽ പ്രാധാന്യത്തോടെ നിലനിർത്തുക. സ്നാനം നമ്മെ ശുദ്ധരാക്കി, എന്നാൽ ഈ വൃത്തികെട്ട ലോകത്തിലെ നമ്മുടെ യാത്ര നമ്മെ അശുദ്ധരാക്കുന്നു. മാനസാന്തരത്തിലൂടെ നമ്മുടെ ആത്മാവിലെ അഴുക്ക് കഴുകിക്കളയാൻ നാം യേശുവിനോട് അപേക്ഷിക്കുന്നു. ശുചിത്വം പാലിക്കേണ്ടത് പ്രധാനമാണ്, എന്നാൽ നാം എപ്പോഴും നമ്മുടെ സ്നാനവസ്ത്രം ധരിക്കണം. ഞാൻ ശുദ്ധനാണോ? ഒരാൾക്ക് സ്വയം ചോദിക്കാൻ കഴിയുന്ന ഹ്രസ്വവും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു ചോദ്യമാണിത്. യൂദാസ് കാലിൽ മാത്രമല്ല ആത്മാവിലും അശുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ എല്ലാ ശിഷ്യന്മാരും ശുദ്ധരല്ലെന്ന് യേശു പറഞ്ഞത്. 2. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം താഴ്ത്തുന്നത് എളുപ്പമല്ല. ബലഹീനതയുടെ ക്ഷണമായാണ് ആളുകൾ ഇതിനെ കാണുന്നത്. പൊങ്ങച്ചം കാണിക്കുന്നതുമാണ് നല്ലത്. അതുപോലെ മറ്റൊരാളുടെ അഭിപ്രായത്തിനു മുന്നിൽ തല കുനിക്കുക എളുപ്പമല്ല. പരിശീലിക്കാൻ എളുപ്പമല്ലാത്ത ഒരു സ്വഭാവമാണ് വിനയം. തങ്ങൾ തെറ്റാണെന്ന് അംഗീകരിക്കുന്നതിനേക്കാൾ തങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ ആളുകൾ പോരാടും. ഇതാ ഗുരുവും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ കുനിഞ്ഞിരിക്കുന്ന യേശു. ആത്മാർത്ഥമായ വിനയത്തോടെ മാത്രമേ നമുക്കും അങ്ങനെ ചെയ്യാൻ കഴിയൂ. 3. യേശു വന്നത് സേവിക്കാനല്ല. മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുന്നത് അടിമത്തത്തിൻ്റെ മഹത്തായ പ്രകടനമാണ്. അവൻ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ദാസനായിരിക്കും. മത്തായി 23:11. തൻ്റെ ശിഷ്യന്മാർ പരസ്പരം സഹായിക്കാനും പരസ്പരം ക്ഷമിക്കാനും പരസ്പരം പഠിപ്പിക്കാനും അവൻ ആഗ്രഹിക്കുന്നു. അവർ യേശുവിനെ അവരുടെ പ്രധാന മാതൃകയായി സേവിക്കുന്ന നേതൃത്വം പ്രയോഗിക്കണം. താഴ്മ കൂടാതെ നമുക്ക് യഥാർത്ഥമായി സേവിക്കാൻ കഴിയില്ല. വിനയം ഇല്ലെങ്കിൽ ക്ഷമയില്ല. ക്ഷമ ഇല്ലാതെ നമ്മെ ശുദ്ധരാക്കാനുമാവില്ല. തൻ്റെ അഭിനിവേശത്തിനും മരണത്തിനും തൊട്ടു മുമ്പ് തൻ്റെ അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരുടെ ബലഹീനതകളും പാപങ്ങളും ഉണ്ടായിരുന്നിട്ടും താൻ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് യേശു ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു. ഈ അപ്പസ്തോലന്മാർ അയോഗ്യരായിരുന്നു, എന്നാൽ യേശു അവരെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവരെ പിന്നീട് രൂപാന്തരപ്പെടുത്തും. നമ്മുടെ സ്വന്തം അയോഗ്യതകൾക്കിടയിലും പരസ്പരം അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കാം. തൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ എളിമയുള്ള സേവനത്തിൻ്റെ പ്രാധാന്യം യേശു കാണിച്ചു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് സ്ഥാനമുണ്ടെങ്കിലും മറ്റൊരാളുടെ പാദങ്ങൾ കഴുകുക എന്നത് സേവക നേതൃത്വത്തിൻ്റെ ആധ്യാത്മിക പ്രവൃത്തിയാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് അനുകരിക്കാനുള്ള മാതൃകയാണെന്ന് അദ്ദേഹം പറയുന്ന സ്നേഹത്തിൻ്റെ അവസാന പ്രവൃത്തിയും അദ്ദേഹം കാണിച്ചു. അതിനാൽ അവൻ്റെ അനുയായി ആയിരിക്കുക എന്നതിനർത്ഥം അവൻ ചെയ്തത് ചെയ്യുക എന്നതാണ്.
ശക്തിയുടെ പ്രതീകമായ തൻ്റെ പുറങ്കുപ്പായം ഊരിമാറ്റിയപ്പോൾ യേശു തൻ്റെ അപ്പസ്തോലന്മാരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി. അവൻ അവരിൽ ഒരാളായി. സേവക നേതൃത്വത്തിൻ്റെ പാഠമാണ് മറ്റുള്ളവരെ യഥാർത്ഥമായി സേവിക്കുന്നതിന് മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന അന്തസ്സ്, ബഹുമാനം, കൂടാതെ അറ്റാച്ച്മെൻറ്റുകൾ എന്നിവ പോലും നാം ഉപേക്ഷിക്കുകയോ നീക്കം ചെയ്യുകയോ വേണം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല, പക്ഷേ നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും. ശരിയാണ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുമുണ്ട്. പല കാര്യങ്ങളും നമ്മെ ആശയക്കുഴപ്പത്തിലുമാക്കുന്നു. പല സംഭവങ്ങളും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. നാം യേശുവിൽ മാത്രം ആശ്രയിക്കണം. എല്ലാത്തിനുമുപരി അവൻ ലോകത്തിൻ്റെ രക്ഷകനാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നതിനായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.